വെൽക്കം 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 എല്ലാവർക്കും ജയാക്കുവിൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഞാൻ തന്നെ മുല്ലപ്പൂക്കൾ പിച്ചിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടല്ലോ, പിച്ചി താണ്ട് നമ്മുടെ കൂടെ നിറച്ച് മുല്ലപ്പൂവായി. ഇതിനകത്ത് ഇതൊക്കെ ഇന്നലത്തെ മുല്ലപ്പൂക്കളും ഉണ്ട് കേട്ടോ, കുറച്ച് നിന്നത്. പിന്നെ ഇത് ഫ്രഷായിട്ട് വീണ് ഇവിടെ എല്ലാം ഞാൻ പിച്ചി ഇതിനെ ഗഞ്ചയാക്കി, അതായത് മുട്ടയടിച്ചു ഗെയ്സ്, മുട്ടയടിച്ചു. ഇനി നമുക്ക് ഇറങ്ങാം. ഞാൻ പൊക്കത്തിലാണ്, നിങ്ങൾ നോക്കിക്കോ. ഞാനിനി ഇറങ്ങാൻ പോവുകയാണ്. സ്റ്റൂളിട്ട് കയറി മേളിൽ നിന്നാണ് ഞാൻ ഈ പൂവൊക്കെ പിച്ചിരിക്കുന്നത്. കാരണം മേളിലോട്ടാണ് പൂക്കളെല്ലാം കൂടുതലായിട്ടുള്ളത്. നിങ്ങൾ കാണുന്നില്ല, ഇതൊക്കെ പിന്നെ നാളെ വിരിയത്തേ ഉള്ളൂ. അങ്ങോട്ടെല്ലാം പൂക്കളാണ്. കണ്ടോ, എല്ലാം കാടായി കേട്ടോ, അതുകൊണ്ട് കുറച്ച് വെട്ടിക്കളയുക. മോനെ, ആ ഇലയെല്ലാം കൂടെ കുറച്ചും കൂടി ഇങ്ങോട്ട് എടുത്ത് മേലോട്ടിട്. ആ ആട്ടിൻകുട്ടികളെല്ലാം അത് കഴിച്ചോളൂ. നമ്മുടെ വേസ്റ്റ് എല്ലാം ആണ് കേട്ടോ. വേസ്റ്റ് എല്ലാം ഞാൻ സ്വരുക്കൂട്ടി ജമാ ചെയ്ത് ഇങ്ങനെ കുറേ ഇതിൽ ശേഖരിച്ച് വെക്കുക. പിന്നെ നമുക്ക് ഇതിനകത്ത് ചെടികളൊക്കെ നടാം. അങ്ങനെ ഇതാ ശേഖരിച്ച് വെച്ചതാണ് ഇതെല്ലാം. മഴക്കാലമായാൽ ഇതല്ലേ അവസ്ഥ അല്ലേ? എല്ലാ വീട്ടിലുള്ളതാണ്. പിന്നെ നമ്മൾ വെറും ഒരുങ്ങുന്നതും എടുക്കുന്നതും കുക്കിങ് മാത്രം പോരല്ലോ. നമ്മുടെ വീഡിയോയിൽ നമ്മൾ മഹിളകൾ എന്തൊക്കെ ചെയ്യുന്നെന്ന് എല്ലാവരും അറിഞ്ഞിരിക്കണ്ടേ. റീച്ചിന് വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല. ചില സമയങ്ങളിൽ വീഡിയോ ചെയ്യാൻ സമയമില്ലാത്തപ്പം എന്തുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഇതും ഒരു ജോലിയല്ലേ. അയ്യോ, ഒരട്ട വന്ന് അതിൻ്റെ ദേഹത്ത് വീണോ എന്തോ. വീണില്ല. വീണ് കഴിഞ്ഞാലേ പിന്നെ ഇത് ഭയങ്കര ഇതുള്ളതല്ലേ. എല്ലാവരും ജീവജാലങ്ങളല്ലേ, പവർഫുള്ളല്ലേ. പിന്നെ അതിന് ഒന്നാമത് ലോലമായ സാധനങ്ങളൊക്കെ ആയി. അങ്ങനെ നമ്മൾ ഇവിടെയൊക്കെ നീറ്റാക്കിയായിരുന്നു. ഇത്രയും ഭാഗം ചെയ്ത് ഇനി ഇവിടെയൊക്കെ കുറച്ചുണ്ട്. കൊച്ചു പിള്ളേരും വയസ്സ് വന്നവരൊക്കെ ഉള്ള വീട്ടിൽ പിള്ളേർ ചിലപ്പോൾ പന്തൊക്കെ വീഴും വരും. വെളിയിലോട്ടൊക്കെ വീട്ടിനകത്ത് കളിച്ചാലും ചിലപ്പോൾ അത് എടുക്കാൻ വരും. പിന്നെ വയസ്സ് വന്നവരൊക്കെ ജസ്റ്റൊക്കെ ഇറങ്ങി എല്ലാവർക്കും ഒരു കരുതൽ. അതുകൊണ്ട് ഈ ഫ്രണ്ടിലും കുറച്ചുണ്ട്. ഇത് ബാക്ക് വശമാണ്. പൂക്കൾ വീഴുന്ന കണ്ടോ? പൊഴിഞ്ഞു പോയ പൂക്കൾ കുറച്ചൊക്കെ കെട്ടാൻ എനിക്ക് മടിയായിരുന്നു കേട്ടോ. അതൊക്കെ വിട്ടത്. ഇത്ര നീളത്തിൽ ഞാൻ പൂ കെട്ടി. അപ്പോൾ എങ്ങനെയുണ്ട് എൻ്റെ പൂ കെട്ടിയ സ്റ്റൈൽ? ഇഷ്ടപ്പെട്ടോ? ഞാൻ പറഞ്ഞില്ല ഞാൻ വളരെ എക്സ്പേർട്ട് ഒന്നുമില്ല, എങ്കിലും ഞാൻ പൂ കെട്ടി. ഇതാണ് ഞാൻ കെട്ടിയ പൂ. ഇത്ര നീളമുണ്ട്. പോരെ? നോക്കൂ.